ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സ്വന്തം മക്കളോട് ക്രൂരത കാട്ടാൻ ആർക്കെങ്കിലും കഴിയുമോ? ജീവിച്ച് കൊതി തീരും മുൻപ് സ്വന്തം മാതാപിതാക്കളുടെ കൈകൊണ്ട് തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന കുട്ടികളെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ മനസ്സ് പിടയാറുണ്ട്. കൊച്ചി വടുതലയിൽ മക്കളെ കൊലപ്പെടുത്തിയ അമ്മയും അമ്മൂമ്മയും ആത്മഹത്യ ചെയ്ത കേസ് ഏറെ നടുക്കമുളവാക്കിയതാണ്. തിരുവനന്തപുരം സ്വദേശികളായ ഒരു കുടുംബത്തിലെ 5 പേരെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബ പ്രശ്നങ്ങൾ മൂലം ആത്മഹത്യ ചെയ്യുകയാണെന്ന സൂചനയുള്ള കുറിപ്പ് പോലീസിന് ലഭിച്ചു. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്കായി കൊച്ചിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന കുടുംബമാണ് ആത്മഹത്യ ചെയ്തത്. മരിച്ച അശ്വതിയുടെ ഭർത്താവ് കുറച്ചുനാൾ മുൻപ് ജീവനൊടുക്കിയിരുന്നു. തിരുവനന്തപുരം വിളപ്പിൽശാല കാരോട് സ്വദേശികളായ ശ്രീകുമാരി, മകൾ അശ്വതി, അശ്വതിയുടെ 3 മക്കൾ എന്നിവരാണ് മരിച്ചത്. കുട്ടികൾക്ക് 14, 5, 2 എന്നിങ്ങനെയാണ് പ്രായം. കുട്ടികളിൽ ഒരാളുടെ ചികിത്സയ്ക്കായി 2 മാസം മുൻപ് കൊച്ചിയിലെത്തിയ ഇവർ വടുതല കർഷക റോഡിലെ ഗ്രീൻ ഗാർഡൻ അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. കുട്ടികൾക്ക് വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം അമ്മയും മുത്തശ്ശിയും ജീവനൊടുക്കിയതാണെന്നാണ് സൂചന. 2 കുട്ടികളെ കട്ടിലിൽ പുതപ്പിച്ച നിലയിലും 3ാമത്തെ കുട്ടിയെ സമീപത്തുമായാണ് കണ്ടെത്തിയത്. ഫ്ളാറ്റിൽ നിന്നും പോലീസ് ആത്മഹത്യാക്കുറിപ്പുകൾ കണ്ടെടുത്തു. ഭർത്താവിന്റെ വീട്ടുകാരുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നതായി കത്തിൽ സൂചനയുണ്ട്. അശ്വതിയുടെ ഭർത്താവ് കുറച്ചുനാൾ മുൻപ് ആത്മഹത്യ ചെയ്തിരുന്നു. അപ്പോൾ ആത്മഹത്യാ കുറിപ്പ് എഴുതിയിട്ടില്ല. അപ്പോൾ അവരുടെ ഫാമിലി എന്തൊക്കെ ഡിസ്പ്യൂട്ടാണ് ആത്മഹത്യക്ക് കാരണം എന്നുള്ള തരത്തിലാണ് സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചത്. നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ ഭർത്താവ് ഒരു സുമാർ 2 മാസം മുന്നേ ഹാങ് ചെയ്തിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇവരാണെന്നുള്ള ഉത്തരവാദി ഇവരാണെന്നുള്ള തരത്തിൽ ബ്ലെയിം ചെയ്തു എന്നൊക്കെയുള്ള തരത്തിലാണ് മറ്റേ സൂയിസൈഡ് നോട്ടിൽ എഴുതി വെച്ചത്. തിരുവനന്തപുരത്തെ വീട് വാടകയ്ക്ക് നൽകിയ ശേഷമാണ് ഇവർ കൊച്ചിയിലെത്തിയത്. ആശുപത്രി ആവശ്യങ്ങൾക്കായി വന്നു പോകുന്നവരാണ് ഈ പ്രദേശത്ത് കൂടുതലായും വാടകയ്ക്ക് എത്തുന്നവർ. പുതിയ താമസക്കാരായതിനാൽ അയൽവാസികളുമായി ഇവർക്ക് മുൻ പരിചയമോ മറ്റു ബന്ധങ്ങളോ ഉണ്ടായിരുന്നില്ല. നാട്ടുകാർക്ക് അധികം ഒരു പരിചയമില്ല. ഇവര് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ആസ്റ്റർ മെഡിസിറ്റിയിൽ വന്നതാണ്. രാവിലെ തൊട്ടപ്പുറത്ത് ഈ ഓണറിന്റെ ചേട്ടന്റെ മോനെ വന്ന് നോക്കിയപ്പോഴാണ് അറിയണത് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കണ കണ്ടത്. ഡീറ്റെയിൽസ് ഒന്നും നമുക്കും ആർക്കും പരിസരവാസികൾക്ക് അറിയില്ല എന്താണെന്ന്. ഈ വീടിന്റെ ഓണർ വിദേശത്താണ്. അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഇവിടെ താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ മോൻ രാവിലെ വന്ന് നോക്കിയപ്പോഴാണ് അശ്വതി എന്ന് പറഞ്ഞ ലേഡി ഹാങ് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാൻ സാധിച്ചത്. അപ്പം എന്നെ വിളിക്കുകയും ഞാനിവിടെ പോലീസുകാരെ അറിയിക്കുകയും വെച്ച് നോക്കിയപ്പോൾ ബാക്കി 4 പേരും കൂടി മറ്റേ അശ്വതീശ്വരൻ്റെ അമ്മ ശ്രുതി നായർ ഇതുപോലെ ഹാങ് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. മുഖ്യ 3 പേര് കട്ടിയിൽ മരിച്ചു കിടക്കാണ്ട് കാണാൻ സാധിച്ചു. 3 കുഞ്ഞുങ്ങൾ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വിരലടയാള വിദഗ്ധരും വീട്ടിൽ വിശദമായ പരിശോധന നടത്തി കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു. അയൽവാസികളിൽ നിന്നും വീട്ടുടമസ്ഥനിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.